ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന 30-ാം തീയതിയാണ് ക്ലബ്ബ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കളിക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ ഇപ്പോൾ ടീമിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. 3 പുതിയ വിദേശ താരങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല പരിശീലക സംഘത്തിലും കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിക് ചാറ്റർജിയോട് ഇതേക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത്, നമ്മുടെ സ്ക്വാഡിനെ വളരെ അടുത്തു നിന്നും വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് മാറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഉണ്ടായിട്ടുള്ളത്? ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർ മെന്റാലിറ്റി പ്രൊജക്റ്റിൽ എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്? അതാണ് അഭികിനോട് ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടിയായി കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: നല്ല രീതിയിൽ കോമ്പറ്റ് ചെയ്യാൻ ആവശ്യമായ ബെസ്റ്റ് ഷേപ്പിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇന്ത്യൻ ഫുട്ബോൾ വലിയ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയമാണ് ഇത്. ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പല ക്ലബ്ബുകളും തീരുമാനിച്ചിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ ടീമിനെ പരിഗണിച്ചത്. ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി 3 വിദേശ താരങ്ങളെ നമ്മൾ കൊണ്ടുവന്നു. വെറുതെ പങ്കെടുക്കുകയല്ല, മറിച്ച് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താരങ്ങളോടും കോച്ചിങ് സ്റ്റാഫുകളോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ക്ലബിനകത്തെ അന്തരീക്ഷം അത് പോസിറ്റീവാണ്. ഒരു പുതിയ ബാക്ക്റൂം സ്റ്റാഫ് ഇപ്പോൾ ഉണ്ട്. ഒരു ഫ്രഷ്നെസ് ഇപ്പോൾ ടീമിനകത്തുണ്ട്. നല്ലൊരു മോട്ടിവേഷൻ ഉണ്ട്. നമ്മുടെ അണ്ടർ 23 താരങ്ങൾ ദേശീയ ടീമിന്റെ ക്യാമ്പിൽ നിന്നും എത്തിയത് നല്ല ഒരു ഷേപ്പിലാണ്. മൊത്തത്തിൽ കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ഫുള്ളി കമ്മിറ്റഡ് ആണ്. ടീമിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് കളിക്കും എന്നാണ് അഭിക് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയായിരുന്നു പരിശീലകനായ ഡേവിഡ് കാറ്റില നേരത്തെ പറഞ്ഞിരുന്നത്. ഒരു പോസിറ്റീവായ അന്തരീക്ഷമാണ് ടീമിനകത്ത് ഉള്ളത് എന്ന കാര്യം നേരത്തെ ഈ ഒരു സ്പാനിഷ് പരിശീലകൻ പറഞ്ഞിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.